രാജാധിരാജാവായ യേശു തനിക്ക് വാഹനമേറാൻ തിരഞ്ഞെടുത്ത മൃഗം ഒരു കഴുതയാണ്. പ്രൈസ് ദി ലോർഡ്. അതെന്താ? യേശുവിന് അന്ന് തന്നെ കുതിര കിട്ടാൻ സാധ്യതയൊന്നും ഇല്ലായിരുന്നോ? അതെന്താ? യേശു രാജാവല്ല, രാജാധിരാജാവ്, രാജാക്കന്മാരുടെ രാജാവ്. അമേൻ, അമേൻ. 24 മൂപ്പന്മാർ, അമേൻ, അമേൻ, കിരീടം താഴ്വച്ച് വണങ്ങുന്ന സർവശക്തൻ താൻ വാഹനമേറുവാൻ തെരഞ്ഞെടുത്തത് ഒരു കഴുതയാണ്. കഴുതയെപ്പറ്റി പൊതുവെ പറയുന്നത് അതൊരു വെടിമൃഗമാണ്. അമേൻ, അമേൻ. ബുദ്ധിയില്ലാത്തതെന്നൊക്കെയാ അതിനെ താഴ്ത്തി അനേകർ പറയുന്നത്. നമ്മിൽ തന്നെയും പലരും ഏതെങ്കിലും അമേൻ, അമേൻ ആൾക്കാരെയൊക്കെ പറയുന്നത് അവനൊരു കഴുത അല്ലെങ്കിൽ അവളൊരു കഴുതയാ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ നിരാശപ്പെടണ്ട. അവിടെ പറയണം കഴുതയാ കർത്താവ് വാഹനമേറാൻ തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. അമേൻ. കുതിരയല്ല കർത്താവ് തെരഞ്ഞെടുത്തത്, കഴുതയാ. അതെന്താ? കുതിരയും കഴുതയും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? അമേൻ. നമുക്കറിയാം, കുതിര യാത്ര ചെയ്യുമ്പോൾ നോക്കിയാൽ ആരുടെ മുമ്പിൽ അത് തല കുമ്പിടാറില്ല, അത് തല ഉയർത്തിയേ പോകാറുള്ളൂ. തൻ്റെ പുറത്തിരിക്കുന്നത് രാജാവാണോ മന്ത്രിയാണോ എന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നത് കുതിരയുടെ തലയെടുപ്പ് നോക്കിയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കഴുതയിലേക്ക് നോക്കിക്കേ, തൻ്റെ മേൽ വാഹനമേറിയത് എത്ര ചെറിയവനാണോ വലിയവനാണോ കഴുതയ്ക്ക് അതൊരു വിഷയമല്ല. അതെപ്പോഴും നടക്കുന്നത് തല കുമ്പിട്ടേ നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് തല ഉയർത്തി നടക്കാറില്ല, അത് തല കുമ്പിട്ടേ നടക്കാറുള്ളൂ. അതുകൊണ്ട് കർത്താവ് തനിക്ക് വാഹനമൃഗമായി തെരഞ്ഞെടുത്ത കഴുത, അമേൻ, അമേൻ, തന്നെത്താൻ താഴ്ത്തി യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു കഴുത യേശു തെരഞ്ഞെടുത്തേ. തന്നെ മറച്ചു വെച്ച് സ്വന്തം തല ഉയർത്തുന്ന കുതിരയല്ലെന്ന് യേശു തെരഞ്ഞെടുത്തത്. ഇന്ന് അനേകരെ നോക്കിയാൽ അമേൻ വെളിപ്പെടുന്ന രോഗസൗഖ്യം, വിടുതലുകൾ എല്ലാം സ്വന്തം പേരിലങ്ങാക്കി തീർക്കുക. യേശുവിന് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം സ്വന്തം പേരിലാക്കി തീർക്കുകയാ. കുതിരയല്ലെന്ന് തമ്പുരാൻ ആവശ്യം.